ഇന്നലത്തെ മഴയിൽ വെള്ളം നന്നേ കലങ്ങിണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർ കണക്ഷന്റെ കാര്യമൊന്നും ആയില്ലേ? പല വഴിയും ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് വഴിയില്ലാത്തോണ്ട് കണക്ഷൻ തരാൻ ഒരു വഴിയില്ലെന്ന് അവര് പറയണത്. ഇനി വേറെ വല്ല വഴി നോക്കാം. വെള്ളം കേക്കണടാ. നിനക്കാരടാ പുല്ല എന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള അധികാരം തന്നത്? ഹൈ, ഞാൻ പിന്നെ എവിടെ പോയി വെള്ളം കോരാനാ? നീ വേറെ ആരുടെങ്കിലും കെട്ടി പോയി കോരടാ. എന്റെ പറക്കിച്ച ഈ വീടിന്റെ പരിസരത്തുള്ള വീടുകളിലെ കിണറ്റിൽ മുഴുവൻ ഉപ്പുള്ള ഉപ്പായിരിക്കൂടാ. എന്താടാ എന്റെ കിണറ്റിൽ മാത്രം ഉപ്പില്ലാത്തത്? ഇതില് പാറയടാ പാറ. ഞാൻ എത്ര കോല് താത്തിട്ടാണ് ഈ പാറ കണ്ടതെന്ന് നിനക്കറിയാമോ? അതിൽ നിന്ന് വരണ തെളിനീര് നീ അങ്ങനെ വെറുതെ എന്ത് തോന്നിയ അതെടുക്കരുത്. ഞാൻ കുളിക്കാൻ കുളിക്കണ്ടടാ. അതിന്റെ ഉപ്പും പെരട്ടി വെയിലത്ത് വെച്ച് ഉണക്ക് നീ. മനുഷ്യനെ കൊണ്ട് ഞാൻ കഴുകിത്തരാടി. പാറയെത്തി. കണക്കിന് പോണേലോ ഒരു ആംബുലൻസ് വാങ്ങുന്ന ലാഭം. പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒരു തവളയെ പോലെ തന്നെ ആയി. ദേ വർക്കിച്ച് വന്നിട്ട് പഴയതിലും വലിയൊരു കെട്ടായിട്ട്. വന്നാ നീ ഈ കിണറ്റിന്ന് തന്നെ വെള്ളം കോരിയാ മതി. അയാൾ തടസ്സപ്പെടുത്താൻ വന്നാ നേരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. അതെ, ഇതൊക്കെ പോലീസുകാരെ അറിയിച്ച വല്ല പ്രശ്നമാവോ? നീ എന്തിനെങ്ങനെ പേടിക്കണേ? നമ്മളുള്ള കാര്യമല്ലേ പറയണത്. ഞാൻ ഈ പോണ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബോംബെക്ക് താമസം മാറ്റും. വെറുതെ എന്തിനാ ചുമ്മമാരുടെ ഇടക്കിടന്ന് നമ്മൾ കോമാളിയാവണത്? അവിടെ ചെന്ന് കച്ചവടം ചെയ്യാനൊക്കെ കുറെ കാശ് വേണ്ടേ? ഇത് അത്ര വലിയ കടയൊന്നും അല്ല. പിന്നെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. സാധനങ്ങൾ ക്രെഡിറ്റ് വരും. വിൽക്കണ അനുസരിച്ച് കാശ് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വീടും കടയൊക്കെ വിൽക്കാനായിട്ട് ദിനേശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. വൈഫ് ഓഫ് സത്യനാഥൻ, അറിയൂ? അതെ. എന്നെ മനസ്സിലായോ? കൊതുകിനെ മരുന്നടിക്കാൻ വന്ന ആളല്ലേ? ഫണ്ണിഗൻ. ഷൂ ഇവിടെ ഇരിക്കട്ടെ. യൂട്യൂബ് കാണാറില്ലേ? ഉണ്ട്. എന്നിട്ടെന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഗായ്സ്, ഈ കാലഘട്ടത്തിലും എന്നെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാവം പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഗായ്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഗായ്സ് പറയൂ യുവതി, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്? ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ചില കടക്കാർ ഞങ്ങൾക്ക് സാധനം പോലും തരുന്നില്ല. Okay. പിന്നെ ഇത് ആകെയുള്ള വഴി ഈ തോടാണ്. അതിലാണെങ്കിൽ നിറച്ചും പാമ്പ. പാമ്പോ? അതെ. അവിടുന്ന് ഞാൻ അതിനകത്തൂടെ ഇപ്പൊ വന്നത്. അല്ല, സത്യം. അതെ, 2 മാസം മുന്നേ അവിടെ പപ്പടം വിൽക്കാൻ ഒരാളെ വന്നിട്ടുണ്ടായിരുന്നു. പാമ്പ് കടിച്ചിട്ട് അയാൾ മരിച്ചേ. ഗംഗാധരൻ എന്നല്ലേ പുള്ളിയുടെ പേര്? അതന്നെ. ഗായ്സ്, പടമായ പപ്പടം എന്നുള്ള പേരിൽ 2 മാസം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിലുള്ള ഗംഗാധരൻ ചേട്ടനെ പാമ്പ് കടിച്ച തോട്ടിലൂടെയാണ് ഗായ്സ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഗായ്സ്, തിരിച്ചു പോകാൻ വേറെ വഴി ഉണ്ടാവോ? ഇല്ല, ഈ വഴി മാത്രമേ ഉള്ളൂ. അതല്ലേ പ്രശ്നം. ഗായ്സ്, വേറെ ഒരു വഴിയില്ല ഗായ്സ്. പെട്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിലാണെന്ന്. അപ്പുറത്തെ വീട്ടിലെ മലയാടി പോകാൻ പറ്റും നമുക്ക്? അയാള് വെട്ടിക്കൊല്ലും. ഗായ്സ്, ആ പെൺകുട്ടിയുടെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ വ്ളോഗിംഗ് ജീവിതത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഒരു എപ്പിസോഡായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. என்ன வெற்றிவேல், எனக்கு உருக இல்லையா? இன்னைக்கு உருக கிடைக்கலண்ணா. உருக இல்லையா? ஆமா. இல்லைன்னா அவங்ககிட்ட ஊர் விட்ட ஒரு சில மார்தும் வருஷம். താങ്ക് യു. പ്രസിഡന്റിനെ കൊല്ലുമെന്ന് നീ ആരോടാ പറഞ്ഞത്? പോലീസുകാരോട്. അച്ഛാ, അത് വളരെ വിചിത്രമാണ്. എന്നാലും താങ്കളെന്താ ഇവിടെ?
ഒരു ചെറിയ ശിക്ഷ. തീരല ഈ ദുഷിച്ചു നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിയോട് നിന്നെപ്പോലെ തന്നെ പ്രതികരിക്കുന്ന ആളാണ് ഞാനും. പക്ഷേ നീ ചെയ്തതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കില്ല. കൊല്ലണമെന്ന് തോന്നിയാൽ കൊല്ലും. പിസ്തോൽ अच्छा है, बॉम्ब उससे भी अच्छा है. ഈ തീവ്രവാദം വിപ്ലവം അതിന് മാത്രമേ ഇവിടെ ജയിക്കാൻ സാധിക്കൂ. എന്നെ മാത്രം പഠിക്കണ്ട, അവരാണ് തുടങ്ങി വെച്ചത്. ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്തോളൂ. എന്റെ കാര്യം അവിടെ ഇരിക്കെ, ഞാൻ തിന്നത്, ഞാൻ നിർദോഷത്തെ പോകും. दे दो, बोलो. मेरी बात सुनने का, करने का. ठीक है. रेडी? ഹലോ, ഹലോ സൂസൻ, ഞാനാ. ഇത് 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 എവിടുന്നാ? ഞാൻ മുംബൈയിൽ വന്നപ്പോ പ്രസിഡന്റ് ഇവിടെയും വന്നേക്കാ. ഞാനിപ്പോ മുംബൈ ജയിലില്ല. സത്യേട്ടൻ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ? ഏയ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. പ്രസിഡന്റ് മുംബൈയിൽ നിന്ന് പോയി കഴിഞ്ഞാ ഞാൻ ഉടനെ ഇവിടുന്ന് തിരിക്കും. നീ വിഷമിക്കരുതട്ടാ. யார் நீ? எங்கிருந்து வந்திருக்க? ജയിലിൽ ஜெயிலா? என்ன கன்லாம் வச்சிருக்கியா? അത് വയറ്, വയറ്. வயரா? என்ன അല്ല, பேக்? ആ ஓபன் വയറല്ല, സ്വന്തം വയറ്. ஓபன். ഭായ് സാബ്, ഇധർ സാബ്, യേ കോൺ என்னடா സാബ്? பைசா ஓபன் பண்ணு. ए, यांगो. अरे यार, क्या कर रहा तू? हाँ? இதான் உன் பிரச்சனை. இவன் ஜெயில இருந்து வந்திருக்கான். போலீஸ்காரன் வயர் வச்சிருக்கானா இல்லையான்னு உனக்கு எப்படி தெரியும்? तेरे को जब चुना पूछा तेरे को तू पुलिस वाला है कौन है पूछा? क्यों? क्योंकि तेरे अंदर मैंने फायर देखा और ये तो पूरा फायर का इंजन है. चल. டேய், देखो कॉमरेड्स, मैं किसको लाया हूँ? अरे तो अपना जेल वाला वीडियो है भाई. क्या सत्या भाई, मस्त एकदम. वेलकम टू कंपनी. बैग रख. ಇದು ಕಣ್ಣಿಲ್ಲ ಮನುಷ್ಯರು ಪುರುಕಲೆ ಪೋಲೆಯಾಣ ഇവിടെ ജീവിക്കുന്നത്. നീയും ഞാനും അതിൽപ്പെട്ടതാ. और हमारा खून चूसकर रहते हैं वहां टावर में बिग शॉट्स पॉलिटिशियंस, वो वहां और हम यहाँ चुन चुन कर मारेंगे किसको. ദാദാ, ഇതിൽ നിന്നെ ഡൽഹിയിൽ ചോദ്യം ചെയ്ത ഓഫീസറുണ്ടോ? देख ये
ഭായ് സാബ് ഏ ആത്മി ഹേ ഏ ആത്മി. ഇയാളാണ് എന്നെ ചോദ്യം ചെയ്തതും ജയിലടക്കാൻ തീരുമാനിച്ചതും. അന്ന് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇയാൾ തന്നെ Nambiar from Delhi. He's our enemy number 1. അവൻ നേരിട്ട് ഇനിഞ്ഞ കളി. നമ്മുടെ സഹോദരന്മാരിൽ 1-2 പേരെ ഇവൻ പിടിച്ചിട്ടുണ്ട്. അവർ പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. ചിലപ്പോ കൊന്നു തള്ളി കാണും. അതുപോലെ നിന്നെയും കൊല്ലും. ഇവിടെ ചാവണോ കൊല്ലണോ എന്നെ തീരുമാനിക്കേണ്ടത് നീയാണ്. ആ ഓഫീസർ ഇനിയും നിന്നെ തേടി വരും. വരുമ്പോൾ നീ എന്നെ അറിയിക്കണം. നിന്നെ ഞങ്ങൾ സഹായിക്കും. നിന്റെ സഹായം തിരിച്ചും വേണം. ഫോൺ. പിന്നെ ഇതിലൊരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമേ വിളിക്കാം. മറ്റാരെയും ഈ ഫോണിൽ നിന്നും വിളിക്കരുത്. റഖ്. അവനാണ് സാധനോട്ടാ. നമസ്കാരം. സത്യം കൊണ്ടേ. ഓ എങ്ങനെയുണ്ടായിരുന്നു ബോംബെ യാത്ര? ഹാ, അടിപൊളി യാത്രയായിരുന്നു സാർ. ആ യാത്രയെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ട് സാറങ്ങൾ ചെല്ലാൻ പറഞ്ഞു. യാത്ര വിവരണം ഞാനൊരു പേപ്പറിലേക്ക് അയച്ചു തന്നാലോ? വേണ്ട, നേരിട്ട് തന്നെ വന്ന് സംസാരിച്ചാൽ മതി. വെർബലി. മുംബൈയില് ഞാനൊരു ഷോപ്പ് നോക്കി പോയതാണ് സാറേ. ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ മൊത്തം മുംബൈക്ക് താമസം മാറ്റാന്ന് വിചാരിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യനാഥൻ എങ്ങോട്ടാ പോയത്? ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു സാറേ. അല്ലല്ലോ, സത്യനാഥന്റെ ഫോൺ നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യനാഥൻ ഒരു കോളനിയിൽ പോയിട്ടുണ്ട്. ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി. അവിടെ ഒരു ക്രിമിനൽ സംഘം ഉണ്ടെന്നും, സംഘം എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഘടന ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ സംശയിക്കുന്നത്. സത്യനാഥൻ എന്തിനാ അവിടെ പോയത്? ഒരു വീട് വാടകയ്ക്ക് നോക്കി പോയതാ സാർ. വീട് നോക്കി പോയത്? അതെ സാർ. ഞാനിവിടുന്ന് മുംബൈക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ഭാര്യയ്ക്കും താമസിക്കാൻ ഒരു വീട് വേണമല്ലോ, അത് നോക്കി പോയതാ സാർ. സത്യനാഥന് എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ. നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ. സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് ഇത്ര കൃത്യമായി ഉണ്ടാക്കി പറയാം, ഒരു തപ്പലും ഇല്ലാതെ. ഇനി ഞാൻ തപ്പിക്കൊള്ളാം സാർ. അവിടെ വീട് വാടകയ്ക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ എന്റെ ഓർമ്മയിൽ തപ്പാട്ട് കാര്യം പറ. എന്റെ പൊന്നു സാറേ, എന്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു ബ്രോക്കറാണ് പറഞ്ഞ അവിടെ വീട് വാടക കൊടുക്കാനുണ്ട്. ഞാൻ ഇറങ്ങണതിന് മുമ്പ് അയാളെ ഇറങ്ങി. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ പുറത്ത് കാറുമായിട്ട് കാത്തിപ്പെട്ടായിരുന്നു. അയാളെ എന്നെ അവിടെ കൊണ്ടുപോയതും വീട് കാണിച്ചു തന്നു. താൻ പറയണൊക്കെ സത്യമാണല്ലോ? സത്യമാണ് സാറേ. എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാ പോലീസിനോട് കള്ളം പറഞ്ഞത്? എടി, മറ്റവര് തോക്കും ബോംബൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരെ കുറിച്ച് ഇവരോട് വല്ലതും പറഞ്ഞാൽ അത് ഇതിനേക്കാൾ പ്രശ്നമാവും. നമ്മൾ ആരെയും കണ്ടിട്ടില്ല, നമുക്കൊന്നും അറിയേയില്ല. എന്തിനാ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നത്? ഹൈ, ഞാൻ പോണതാണോ? ഓരോരുത്തന്മാരെ ഒന്നിനെ കൊണ്ടുപോകുന്നല്ലേ? മുതലാളി പറഞ്ഞ പോലെ ആസിഡ് കയറി വരുന്ന കുപ്പിച്ചില്ലൊക്കെ എടുത്തു കളഞ്ഞു. ഇനി പഴയതുപോലെ ആക്കാൻ എന്ത്? ഒന്നും പഴയതാക്കണ്ട. പുതിയതുപോലെ അങ്ങോട്ട് വിറ്റാ മതി. ഇല്ലെങ്കിൽ നമ്മളകത്ത് കിടന്ന് പഴയതാവും. ഇതാവുമ്പോ മനസമാധാനം ഉണ്ടല്ലോ. നീ എന്താ കാണിക്കുന്നേ? എന്നാ മര്യാദകളാ സാറേ കാണിക്കുന്നത്? വേലി കെട്ടുന്നതാണോ മര്യാദകേട്? എന്റെ കിണറ്റിന് കുറുകെ വന്ന് വേലി കെട്ടാൻ ഞാൻ സമ്മതിക്കുകയല്ല. എടോ, ഇത് കോടതി ഉത്തരവും പ്രകാരമാണ് വേലി കെട്ടുന്നത്. പിന്നെ ആധാരപ്രകാരം പകുതി ഈ പറമ്പിലല്ലേ? ആധാരപ്രകാരം പകുതി ഈ പറമ്പിലാന്നല്ലോ. ഞാൻ ഈ കണ്ടി ചാടി ചാകാൻ പോവുക. എന്നെ ആരും വിടാനാ പറഞ്ഞത്? ഞാൻ എന്റെ കണ്ടി ചാടി ചാകാൻ പോവുക. ഹലോ, എന്തൊരു കഷ്ടമാന്ന് പറ. ഭയങ്കര കഷ്ടം. ഇവിടെ പറഞ്ഞതാ. അല്ല, എന്നാലും എന്റെ സൂസ, നീ കാണിച്ചോട്ട് ശരിയായില്ല. ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ? കുടിപ്പിക്കലടി, ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കല. എന്റെ അതിർത്തിക്കകത്തോളം പകുതി കിണറുണ്ടല്ലോ, അത് ഞാൻ കക്കൂസാക്കും. നീയൊക്കെ വെള്ളം കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. അപ്പച്ചനാ. ആ, ഒന്ന് വേഗം കെട്ടി തീർക്കടോ. മോളെ, എന്റെ മോളിങ്ങി പോലെ അപ്പച്ചനും അമ്മച്ചി എല്ലാം മറക്കാം, ഒരു പ്രശ്നവുമില്ല. അവനാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ജയിലും നിറഞ്ഞു നടക്കുക. അപ്പച്ച, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അന്ന്
മുംബൈ വെച്ച് അറിയാണ്ട് പെട്ടുപോയതാ. 4-5 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം തീർന്നു. മോളെ ഒന്നും തീർന്നിട്ടില്ല. ദേ ഇപ്പൊ ഞങ്ങൾ ടിവിയിൽ കണ്ടതേ ഉള്ളൂ. പ്രസിഡന്റ് വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട് ഇത്രേ. വൈദ്യരുടെ ചികിത്സയിൽ ഗണ്യമായ പുരോഗതി കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹം പത്നിയുമായി വീണ്ടും നമ്മുടെ നാട്ടിൽ എത്തുന്നത്. ആയുർവേദ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഇത് സഹായകരമാകുമെന്ന് പല പ്രമുഖരും വിലയിരുത്തുന്നു. നമ്മുടെ കൊച്ചു കേരളം രാഷ്ട്രപതിയെ വരവേൽക്കാൻ വീണ്ടും ഒരുങ്ങുകയാണ്. വിഷമിക്കണ്ടേട്ടാ, പ്രസിഡന്റ് പോയ അപ്പോ വരുവേ. നമസ്കാരം സാറേ. ഇവിടെ വഴി അടച്ചോണ്ടേ തോട് ചാടിക്കിടന്ന് വേണം വരാൻ. അതുകൊണ്ട് നേരത്തെ വന്നത്. കുറച്ചുകൂടി വൈകി സ്റ്റേഷനിലേക്ക് വന്നു. എന്നാ പിന്നെ ഇറങ്ങാല്ലേ? പോയി കയറ്. അവനെ കൊണ്ടുപോകല്ലേ സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. ഇയാളുടെ മനസ്സ് മാറിയ കൊണ്ടുപോകല്ലേ സാറേ, കൊണ്ടുപോകല്ലേ. ഞാൻ ഒന്ന് കണ്ടോട്ടെ. അയ്യോ സാറേ, വിലങ്ങ് വെക്കുന്നില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു കയറെങ്കിലിട്ടൊന്ന് കെട്ടായിരുന്നു. ഇതിപ്പോ എന്നാത്തിനാ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്? സ്ഥിരമായിട്ട് അവിടെ അങ്ങ് താമസിപ്പിച്ചോ? ഓ പിന്നെ ഗൾഫിൽ പോകുമല്ലോ, ടാറ്റ പറയാ. ഈ മുംബൈ ജയില് ഇതുപോലൊന്നുമല്ല, കാണാൻ ഭയങ്കര വലുതാ. ഈ ബോംബെ ജയിലിൽ മേസ്ത്രിമാരുണ്ടാവുക? ആ, അവിടെ എല്ലാവരും മേസ്ത്രിമാരാ. അത് ശരി.